ഹലോ, അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിതാ മൂന്നാമത്തെ എൻ്റെ വീഡിയോയുമായി വന്നിരിക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയെങ്കിലും ഇതാ ഞാൻ അടുത്ത വീഡിയോയുമായി വരികയാണ്. എന്നിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് എൻ്റെ മക്കളെ നോക്കി വളർത്തി. കുട്ടികൾ ഒരുവിധം വലുതായി. എൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ. എൻ്റെ ഉമ്മ ഞങ്ങളൊപ്പം തന്നെ ഉണ്ട്. എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിൽ അങ്ങനെ കുറേ കാലം അങ്ങനെ ജോലി ചെയ്തു. പിന്നെ എൻ്റെ മോളെ ഒരുവിധമൊക്കെ പഠിപ്പിച്ചു. ഇതായി പിന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഉമ്മാനെ നോക്കാൻ വീട്ടിൽ ആളില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോളെ പഠിപ്പും കുറച്ച് പഠിപ്പിച്ചതിന് ശേഷം എൻ്റെ മോളെ പഠിപ്പും ഞാൻ നിർത്തി. അങ്ങനെ എൻ്റെ മോളെ പഠിപ്പ് നിർത്തി. എന്നിട്ട് എൻ്റെ മോൾ എൻ്റെ ഉമ്മയുടെ അടുത്തായി. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ കുറേ കാലം അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോൾ എൻ്റെ നാട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് വേറെ സ്ഥലത്തൊന്നും, എൻ്റെ നാട് വേറെ സ്ഥലമാണ് ശരിക്കും നാട്. അപ്പോൾ എൻ്റെ നാട് പഴയന്നൂർ ചേലക്കര എന്ന സ്ഥലത്താണ്. ഞങ്ങളങ്ങനെ കുട്ടികളൊക്കെ വലുതായപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നത് ഇവിടെയാണ്. മലപ്പുറം ജില്ലയിൽ തിരൂർ ഭാഗത്താണ്. അങ്ങനെ അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ എൻ്റെ രണ്ട് മക്കളെയും എൻ്റെ ഉമ്മാനായിട്ട് ഞാൻ അങ്ങോട്ട് വാടകയ്ക്ക് വന്ന് ഇവിടെ താമസം തുടങ്ങി. എന്നിട്ട് എൻ്റെ മക്കളെ ഞാൻ വീട്ടിൽ തന്നെ രണ്ടാളെയും, എൻ്റെ ഉമ്മാനെയും മക്കളെയും, മോനപ്പോൾ ദർസിലായിരുന്നു, ഉമ്മാനെയും മോളെയും ഇവിടെ ആക്കിയിട്ട് ഞാൻ ജോലിക്ക് പോയിരുന്നു. അങ്ങനെ കുറേ കാലം ഒരുപാട് കഷ്ടപ്പെട്ടു. അതിലിടക്ക് കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സഹിച്ച് ഞാൻ ഇന്ന് ഇവിടുന്ന് ജോലിക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോൾക്കൊരു കല്യാണാലോചന വന്നു. കല്യാണം വരുമ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല എടുക്കാൻ. ഞാൻ പണിയെടുക്കും, വാടക കൊടുക്കും, ചിലവ് കഴിയും, അങ്ങനെയൊക്കെ ജീവിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പടച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എൻ്റെ മോൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നു. എൻ്റെ മോളെ അള്ളാഹുവിൻ്റെ വേണ്ടതുകൊണ്ട് എൻ്റെ മോളെ നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചു. അതിൽ കുറേ കടബാധ്യതകൾ വന്നു. പിന്നെ എൻ്റെ ലക്ഷ്യം കടങ്ങൾ വീട്ടുക എന്നുള്ളതാണ്. അതിലിടക്ക് മോൾ പ്രസവത്തിന് വന്നു. അതിലിടക്ക് കല്യാണം കഴിച്ച് പോയി. പിന്നെ അവൾ ഗർഭിണിയായി. പിന്നെ അവളെ വരവും പോക്കും ചിലവും അതേപോലെ അപ്പോഴത്തേനും കടങ്ങൾ കല്യാണം കഴിഞ്ഞ കടങ്ങൾ വീടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കടങ്ങൾ വീടലും എല്ലാതും കൂടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ജീവിതത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ട് വന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവൾക്കിപ്പോൾ 3 കുട്ടികളായി. അവൾക്കിപ്പോൾ 3 കുട്ടികളായി. ഭർത്താവ് ഗൾഫിലാണ്. വലിയ കുഴപ്പമില്ലാത്ത ജീവിതമാണ് എൻ്റെ മോളത്, മാഷാ അല്ലാ. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആണെങ്കിൽ കൂടിയിട്ട് മോളെ ജീവിതം നന്നാവട്ടെ എന്ന് ഞാൻ എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു 5 നേരം നിസ്കാരത്തിൽ. അപ്പോൾ മാഷാ അല്ലാ, അവളെ ജീവിതം ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥകൾ. അങ്ങനെ ഒരുപാട് സങ്കടത്തിലുള്ള കഥകളാണ് എൻ്റെ കഥകൾ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ സ്നേഹം നിറഞ്ഞ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും എല്ലാതും എനിക്ക് നിങ്ങളെ സപ്പോർട്ടും വേണം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനിയും ഞാൻ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയുമായി. അസ്സലാമു അലൈക്കും.